അപ്പോൾ വെള്ളിയാഴ്ചത്തെ അത്യാവശ്യം മൂവ്മെൻറ്റ്സിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ ഒരു 25,850 റേഞ്ചുള്ള പഴയ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെയായിരുന്നു കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിത് വ്യൂ മാറണുള്ളൂ. ഒരു കണ്ടിന്യൂഷനാണ്. നമുക്ക് 26,500 വരെ ഉണ്ടാവാം എന്ന് കരുതുന്നൊരു കണ്ടിന്യൂഷനാണ്. ഈ ഒരു സ്ട്രക്ചറിൽ 25 ഇതാണ് ഓപ്പണിംഗ് ടൈമായിരുന്നത്. ഓപ്പണിംഗ് ടൈം ആകുമ്പോൾ നമുക്ക് ബേസ്മെൻറ്റുകൾ കറക്റ്റ് കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ചില വേരിയേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ടോട്ടൽ സ്ട്രക്ചറിൻ്റെ 78% അവിടെ ഉണ്ടാകുന്ന ഒരു കറക്ഷൻ, അത് കഴിഞ്ഞിട്ട് അത് കയറി പോവുള്ളൂ എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ തന്നെ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് റീട്രേസ് ചെയ്തു. നമ്മൾ സപ്പോർട്ട് ഏരിയ വരച്ച് ഈ ഒരു 25,960 ഈ റേഞ്ചായിരുന്നു. ഈ താഴെ ബോട്ടത്തിൽ വന്നാൽ ബൈ ചെയ്യാവുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റിജക്ഷൻ പോയിൻ്റായിട്ട് കൊടുത്തിരുന്നത് ഈ ഒരു ചാർട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചർ താഴത്തേക്ക് വന്നതിൻ്റെ ഈ ഒരു റേഞ്ചാണ് 26,228. ഇപ്പോൾ ഇത് അവിടേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ നാളെ അവിടേക്ക് എത്തിയിട്ട് താഴത്തേക്ക് പോരാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നേരെ കോൾ ഓപ്ഷൻ എടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ടാർഗറ്റ് കൂടിയിട്ടേ ഉള്ളൂ. ഈ ഒരു ബേസ്മെൻറ്റ് തന്നെ താഴെ വന്നാൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ എത്തിയാൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 26,100 എത്തുമ്പോൾ വേണമെങ്കിൽ ഒരു ബൈ ചെയ്യാവുന്ന കോൾ ഓപ്ഷൻ ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും അടുപ്പിച്ച് കൊണ്ടുവരണം. കാരണം ഈ സ്ട്രക്ചർ വേറൊരു റേഞ്ചിൽ പോകാൻ പാടില്ല എന്നാണ്. സ്റ്റോപ്പ് ലോസ് 25,954 ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഫസ്റ്റ് ബൈയിങ് വരുന്നത്. താഴെ വരാണെങ്കിൽ സെക്കൻഡ് ബൈയിങ് ഈ ഒരു എഡ്ജിൽ നിന്ന് വരും. സ്റ്റോപ്പ് ലോസ് ഇത് കീപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്ട്രക്ചർ ബ്രേക്കായി. പിന്നെ അത് അങ്ങോട്ട് പോകണമെങ്കിൽ അടുത്ത ബേസ്മെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. സോ താഴെ വരുമ്പോൾ മാത്രമേ ഇത് മുകളിൽ കണ്ടിന്യൂഷൻ വരാണിച്ചെങ്കിൽ എന്തായാലും റിവേഴ്സലുകൾ വന്നിട്ടാണ് 1 മിനിറ്റ് ക്യാൻഡിലുകളല്ലേ, റിവേഴ്സലുകൾ വന്നിട്ടേ കയറി പോകത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. ട്രെൻഡിൽ വരച്ചിട്ടാൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിരിക്കും. ട്രെൻഡിൻ്റെ എൻഡ് ആയിട്ട് വരുന്നത് 26,381. പിന്നെ ഉള്ളത് എക്സ്റ്റെൻഡാണ്. എക്സ്റ്റെൻഡ് നമ്മൾ നോക്കാറില്ല. ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു ബേസ്മെൻറ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ റീടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഒരു റേഞ്ചും കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ താഴെ കിട്ടാണെന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ എടുത്തിട്ട് പോവാം. സ്റ്റോപ്പ് ലോസിനെ ഇവിടെ കീപ്പ് ചെയ്യാം. നമ്മളിവിടെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഫസ്റ്റ്, അതായത് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ റിജക്ഷൻ വരാൻ, റിജക്ഷൻ ഇവിടെ നിന്ന് ബൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു പുഷ് ബാക്ക് വരുന്നുള്ള രീതിയിൽ ഓൾറെഡി വലിയൊരു ബേസ്മെൻറ്റ് സപ്പോർട്ടിലാണ്. പ്ലസ് ഇവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറയുന്നത്. കൂടുതൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂഷൻ ഒന്നും എടുക്കാറില്ല. കണ്ടിന്യൂഷൻ എടുക്കണമെങ്കിൽ ബ്രേക്കൗട്ടുകൾ കഴിഞ്ഞിട്ട് തന്നെ എടുക്കത്തുള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്കൊരു 50 പോയിൻ്റൊക്കെ റിവേഴ്സിൽ വരുന്നുള്ള രീതിയിൽ. ഇപ്പോൾ പ്രീമിയം അർദ്ധ മണി എടുത്താൽ തന്നെ 20 പോയിൻ്റ് കിട്ടുമല്ലോ. അതാണ് ഈ ഒരു ഏരിയ പറഞ്ഞത്. പിന്നെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എടുത്ത ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള രീതി. സിംഗിളും ഡബിളൊക്കെ എടുത്താൽ ഇവിടെ തന്നെ വിറ്റ് മാറിയിട്ട് അടുത്ത ചാൻസ് വേണ്ടി നിൽക്കുന്നത് നല്ലത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി കൊണ്ടുപോവുക. ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു 26,228. കാരണം എന്താ വെച്ചാൽ ഈ 127 എന്ന് പറയുന്നൊരു സിഗ്സാഗായി മാറാനുള്ള സാധ്യതയുണ്ട്. താഴത്തേക്ക് വന്ന മൊത്തം സ്ട്രക്ചറിനെ അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യും താഴത്തേക്ക് ഇവിടെ വരെ വന്നിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഈ സിഗ്സാഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അടിച്ച് താഴത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത 5 hours ഇവിടെ നിന്ന് ക്രിയേറ്റ് ആവും. അപ്പോൾ അത് ഉണ്ടാവില്ല നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ്, ഇപ്പോൾ ഈ ബേസ്മെൻറ്റ് അനങ്ങിയിട്ടില്ല, നാളെ നേരെ താഴത്തേക്ക് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ ഈസി ആയിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് മോഡുകൾ പോകുന്നതാണ് നല്ലത്. ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 50-60 പോയിൻറ്റ് ഇത് കയറി വരും. ഒരു 26,100 വരെ. അപ്പോൾ ഒരു 30 പോയിൻറ്റ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഇത് ഫിബ് വെച്ചിട്ടും കൂടി ഒന്ന് കട്ട് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല സപ്പോർട്ട് ഏരിയയാണ്. എവിടെ ഈ 26,025, 30 ഈ റേഞ്ചിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ 26,100 വരെ കയറി പോകാൻ ബൗൺസിങ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രക്ചറിലേക്ക് കറക്കുള്ളൂ താഴെ വരാണിച്ചെങ്കിലും. അപ്പോൾ അതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്ത് പോകാൻ പറ്റും. നേരെ കോൾ ഓപ്ഷൻ ഒന്നും കയറി ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയാൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ടാർഗറ്റായി വരുന്നത് ഇവിടെയായിരിക്കും. ഇത്ര ചെറിയ പോയിൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇവിടെ തീരാൻ സാധ്യതയുണ്ട് നാളെ. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ
റൗണ്ട് ചെയ്ത് കയറി പോകാൻ വെച്ചെങ്കിൽ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. അതായത് കറക്ഷനും വരാതെ 261 വരെ പോയിട്ട് പിന്നെ കോൾ ഓപ്ഷൻ ഹെവി റിസ്ക് ആണ്. പ്രത്യേകിച്ച് വലിയൊരു ടാർഗറ്റാണത്. 1 മിനിറ്റിൻ്റെ അല്ല 1 hour സ്ട്രക്ചറിൻ്റെ തന്നെ വലിയൊരു ടാർഗറ്റാണ് ഈ സോൺ. സോ ഇവിടുത്തെ റിജക്ഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. അത് ഉണ്ടായ ശേഷമുള്ള മൂവ്മെൻറ്റ് തുടങ്ങാൻ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റൂ ഏത് ഡേ ട്രേഡിന്. നാളേക്ക് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ഓട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ പൊക്കൊട്ടാൻ നല്ലത്. നല്ല അവസരങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വെറുതെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.